ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു TWS പരിചയപ്പെടുത്താനാണ്. ബോട്ടിൻ്റെയാണ് TWS. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാനൊരു 2-3 ആഴ്ചയൊക്കെ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ TWS. നിർവാണ എന്നാണ് TWSൻ്റെ പേര് വരുന്നത്. ഏകദേശം നമുക്കൊരു 120 മണിക്കൂറൊക്കെ നമുക്ക് ബാക്കപ്പ് കിട്ടും ഈ കേസിലിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ 2 ഇയർബഡ്സ് നമുക്ക് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തോളം ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ബാക്കപ്പ് നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ANC ANC ടെക്നോളജികളൊന്നും ഇതിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കുന്ന സമയത്ത് പുറത്തുള്ള സൗണ്ടുകളൊക്കെ ഇതിൽ നിന്ന് കയറി വന്നിട്ട് ചിലപ്പോൾ നമ്മുടെ എതിർ സൈഡിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് അതൊക്കെ കേൾക്കും. കാരണം അവർ ചോദിക്കും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അറ്റ്ലീസ്റ്റ് നമ്മൾ ഫാൻ്റെ അടിയിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. അത്രയ്ക്കും നോയ്സ് അത് ക്യാപ്ചർ ചെയ്തിട്ട് എതിർ സൈഡിൽ നമ്മൾ സംസാരിക്കുന്ന ആളുടെ അടുത്തേക്ക് എത്തും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സി പോർട്ടാണ് വരുന്നത്. സി പോർട്ട് വരുന്നത് കാരണം കൊണ്ട് നമുക്ക് ഏത് മൊബൈലിൽ ചാർജർ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. സി പോർട്ടുള്ള എല്ലാ മോഡലിൽ ചാർജർ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. പവർ ബാങ്ക് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കും. ഇപ്പോൾ നമ്മൾ ഓണാക്കുമ്പോൾ ഇൻഡിക്കേഷൻ കാണിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ TWS ആയിട്ട് അതിൻ്റെ ഇയർബഡ്സ് എടുക്കുന്ന സമയത്തും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടെ കാണിക്കും. കാരണം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കും. ഇപ്പോൾ ബാറ്ററിയെല്ലാം ഫുള്ളാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്രീൻ കളർ കാണിക്കുന്നത്. ബാറ്ററി കുറഞ്ഞു വരുന്നതനുസരിച്ചിട്ട് ലൈറ്റ് വൈറ്റായി മാറും, വൈറ്റ് കളറാവും. കുറച്ചും കൂടി കുറയാണെന്നുണ്ടെങ്കിൽ റെഡായി മാറും. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻ ഈ ഒരൊറ്റ ലൈറ്റിലാണ് നമുക്ക് 3 ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് ഈ സ്ക്രാച്ച് നമ്മൾ ടേബിളിലൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന സ്ക്രാച്ച് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ കൂടുതൽ അറിയാൻ പറ്റില്ല സ്ക്രാച്ച് വന്നാലും. പക്ഷെ നമ്മൾ വൈറ്റ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൽ കറക്റ്റ് നമുക്കൊരു വര പോലെ സ്ക്രാച്ച് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഡ്രോബാക്ക്. പക്ഷേ സൗണ്ട് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ബേസൊക്കെ ഉണ്ടല്ലോ, ശരിക്കും എടുത്ത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അത് ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞിട്ട് മോഡുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി ബേസ് നമുക്ക് എഫക്റ്റീവായിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ ഈക്വലൈസർ ഇതിൻ്റെ അകത്ത് ആപ്പിൽ തന്നെ ഈക്വലൈസർ വരുന്നുണ്ട്. ഈക്വലൈസറുള്ള കാര്യങ്ങൾ നമുക്ക് സൗണ്ട് ആവശ്യമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ സൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 2 സൈഡും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആപ്പ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ബോട്ടിൻ്റെ തന്നെ ഒരു ആപ്പുണ്ട്. അത് നമുക്ക് ഈ ഹെഡ്ഫോൺ വാങ്ങുന്ന സമയത്ത് TWS വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നേരെ പോയി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ അത് വാങ്ങിച്ച് നേരെ പോയി പ്ലേ സ്റ്റോറിൽ നിന്ന് അത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഗുണമായിട്ട് വരുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചിടത്തോളം ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. 1500 രൂപയാണ് നമുക്ക് ഇനി റേറ്റ് വന്ന് വാങ്ങിക്കുമ്പോൾ. 1500 എന്ന് പറഞ്ഞാൽ വലിയ റേറ്റ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7000 രൂപയാണ് ശരിക്കും ഇതിന് ഇറങ്ങുന്ന സമയത്ത് റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറഞ്ഞ ആമസോണിലെ ഓഫറിൽ നമുക്ക് 1500 റേറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, 1500 രൂപയ്ക്കൊക്കെ നമുക്കിത് വെർത്തായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബഡ്സ് ഇച്ചിരി വലിപ്പം കൂടുതൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ചെവിയിൽ വെക്കുന്ന സമയത്ത് കൈയൊക്കെ ടച്ച് ചെയ്യുമ്പോൾ അത് താഴെ വീഴാനുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ 2 വട്ടമുണ്ടായി. അല്ലാതെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ANC കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ബോട്ടിൻ്റെ TWS നിർവാണ എന്ന് പറഞ്ഞ മോഡല് ഇത്രയ്ക്കുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നെ ബോക്സിൽ അതിൻ്റെ യൂസർ മാനുവൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ അതിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിവിടെ ടച്ച് വരുന്നുണ്ട് ഹെഡ്ഫോണിൽ. ഒട്ടുമിക്ക എല്ലാ TWSലും ഇപ്പോൾ ടച്ചായിട്ടാണ് വരുന്നത്. നമ്മൾ സിംഗിൾ ടാപ്പ് നമുക്ക് എത്ര ടച്ച് എന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. കാരണം 1 ടാപ്പ് 2 ടാപ്പ് 3 ടാപ്പ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷനാണോ ഓണാവേണ്ടത് അതുപോലത്തെ ലെഫ്റ്റും റൈറ്റിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതായത് ഈ ബോട്ടിൻ്റെ ആപ്പിൽ കൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയ്ക്കാണ് ഇതിനുള്ള മെയിൻ കാര്യങ്ങൾ. അപ്പോൾ വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം. ഞാൻ ലിങ്ക് പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കാം. ഞാൻ വാങ്ങുമ്പോൾ 1500 രൂപയാണ് റേറ്റ് വന്നത്. ഇപ്പോൾ റേറ്റ് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം. കാരണം ഡിമാൻഡ് അനുസരിച്ചിട്ട് മാറ്റം വരും വില. അതെല്ലാ പ്രൊഡക്റ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലെ കാണണമെങ്കിൽ ഒന്ന് ഫോളോ അടിച്ചു വിടുക. അപ്പോൾ ശരി, അടുത്തൊരു പ്രൊഡക്റ്റായിട്ട് ഞാൻ വീണ്ടും കാണാം.